100 ടിക്കറ്റ് എടുത്ത ആളാണ്. നാസർ ഖാന്റെ ഉമ്മാന്റെ ഫാമിലിയിൽ നിന്ന് 450 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നാസർ ഖാന്റെ നാസർ ഖാന്റെ 80 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കണത് കഷ്ടകാലത്തിന് എല്ലാം ഇവർക്കാണെങ്കിലും അടിച്ചിട്ടുണ്ടാവുക. അപ്പോഴും ജനങ്ങൾ തന്നെയല്ലേ പറയാ? പിന്നെ തീർച്ചയായിട്ടും ജനങ്ങൾ അത് തന്നെ പറയും. കഷ്ടകാലത്തിന് അത് കൊടുത്ത സമ്മാനങ്ങൾ മൊത്തം ഈ നാസർക്കയുടെ 100 ടിക്കറ്റിൽ തന്നെ അടിക്കണമായിരുന്നു. അപ്പൊ ഈ കോട്ടം അങ്ങ് തികഞ്ഞ് അതങ്ങ് ശുഭമായതിനകത്ത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വിവി ഹിയർ വിളിച്ചിട്ട് പാണ്ടിക്കാട് കുഞ്ഞാനുമായിട്ട് സംസാരിക്കുന്ന അവരുടെ കുറച്ച് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാണ്ടിക്കാട് കുഞ്ഞാൻ അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കൂടുതലായിട്ട് നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമ്മൾ 15,000 സബ്സ്ക്രൈബർ എന്ന നേട്ടത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് നമുക്ക് കൂടിയേ പറ്റൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർ ഇത് ആർക്കെങ്കിലുമൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മളെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ കൂടുതലായിട്ടില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ പാണ്ടിക്കാട് കുഞ്ഞാൻ ഒരു നറുക്കെടുപ്പ് കണ്ടക്ട് ചെയ്തു, പ്രൊമോഷൻ ചെയ്തു. ഈ നറുക്കെടുപ്പിനകത്ത് നാസർ എന്ന് പറയുന്ന ഒരാളുടെ വീട് 1000 രൂപ കൂപ്പൺ വെച്ച് വാങ്ങിയിട്ട് പല ആൾക്കാർക്കായിട്ട് നറുക്കെടുപ്പിലൂടെ നൽകി. അപ്പോൾ ഇത് കോൺട്രവേഴ്സി ആയെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പാണ്ടിക്കാട് കുഞ്ഞാൻ ഇട്ട് തെരഞ്ഞെടുത്ത സാധനം ഫേക്ക് ആണ് എന്ന പല ആളുകൾക്കും ഒരു തോന്നലുണ്ടായി. 2 അടിച്ചത് മൊത്തം കമ്പനിക്ക് സ്വന്തം. ചേട്ടനും അനിയനും അളിയനും ഡൈവേഴ്സായ അങ്ങനെ ഇങ്ങനെ മൊത്തം ബന്ധുക്കാർക്കും സ്വന്തക്കാർക്കുമാണ് ഇതിന്റെ പ്രധാന സമ്മാനങ്ങളൊക്കെ അടിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിവി ഹിയറിനകത്ത് ഈ പാണ്ടിക്കാട് കുഞ്ഞാനുമായിട്ട് സംസാരിക്കുന്ന ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ കോളിനകത്ത് പല ആളുകൾക്കും ഇതിന് താഴെ കമന്റ് ഇട്ടേക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും പാണ്ടിക്കാട് കുഞ്ഞാനെ വെളുപ്പിക്കുന്നു, വിവി ഹിയർ പാണ്ടിക്കാട് കുഞ്ഞാനെ വെളുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ കണ്ടിരുന്നു. ഇത് ആ ഒരു റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഇവരൊരു അരമണിക്കൂറോളം സംസാരിച്ച് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ജനങ്ങളെ കേൾപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സംസാരത്തിൽ ഒരുപക്ഷെ വിവിയുടെ കൂടെ സംസാരിച്ച വിവിയുടെ സുഹൃത്തും കൺവിൻസ്ഡ് ആയിട്ടുണ്ടാവാം, നമുക്കറിയില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ എനിക്കിത് തീരെ കൺവിൻസ് ആയില്ല. ഇദ്ദേഹത്തിന്റെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരും, ഇതിന്റെ തെളിവുകളൊക്കെ വരുമെന്ന് പറഞ്ഞു. തെളിവുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും തെളിവുകൾ കാണാം. ആദ്യം പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച സാഫിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സാഫിയുടെ സുഹൃത്ത്, അതായത് ഈ വീട് കൊടുത്ത ആളുടെ മകൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡൈവേഴ്സായി, വർഷങ്ങൾക്ക് മുമ്പ് ഡൈവേഴ്സായി. ഈ മകനൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കേട്ടു നോക്കാം. ആ 2 ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ആഡ് ചെയ്ത വീഡിയോസ് ആണ് കാണുന്നത്. ഇത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത വീഡിയോസ് ആണ്. ഈ വീഡിയോസിലാണ് ഞാൻ മെയിൻ ആയിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള. അതിന്റെ കൂടെ ഞാൻ ഒരു വോയിസ് വായിച്ചിട്ടുണ്ട്. ഈ നറുക്കെടുപ്പ് എടുക്കുന്ന ടോക്കൺ കാര്യങ്ങൾ. ഇതിപ്പോ KL ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത്. KL ബ്രോ ഫസ്റ്റ് ചെയ്ത വീഡിയോ. ഈ വീഡിയോയിലാണ് സംഭവം ചെയ്യുന്നത്. ഗ്രൂപ്പിന്റെ പേരൊന്ന് ചെതലയം ഗ്രാമം എന്ന് പറയുന്ന എന്റെ ഗ്രൂപ്പാണ്, എന്റെ നാട്ടിലെ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പില് എന്താണ് മീഡിയ ചെതലയം ഗ്രാമം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രൂപ്പാണ്. ഈ സാഫി വയനാടാണ് താമസിക്കുന്നത്. സാഫിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് വീട് കൊടുത്ത ആളുടെ മകനാണ്. പക്ഷെ അച്ഛനും മകനും തമ്മിൽ വേർപിരിഞ്ഞിട്ട് ഒരുപാട് നാളായി. കാലങ്ങൾക്ക് ശേഷം മകൻ കാണുന്നു. അതായത് താങ്കൾ ഒരു തരത്തിലും സഹായിക്കാത്ത, തന്നെയും തന്റെ അമ്മയും വിട്ടിട്ട് പോയ പിതാവ് സാമ്പത്തികമായി താറുമാറായി നിൽക്കുന്നത് കാണുന്നു. ജന്മം നൽകിയ പിതാവിനെ സഹായിക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഇദ്ദേഹം ആ സാധനം ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളിലെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നു. തന്റെ സുഹൃത്തിന് അതിൽ നറുക്കെടുപ്പിലൂടെ 13 ടിക്കറ്റ് എടുത്തു. ആദ്യം 4 ടിക്കറ്റ് എടുത്തു, പിന്നെ 13 ടിക്കറ്റ് എടുത്തു. അതിലൊരു ടിക്കറ്റ് തന്റെ സുഹൃത്തിന് ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള വീട് അടിക്കുന്നു. ഓക്കെ, ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം. ഈ സാധനത്തിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പ്രൈസ് അടിച്ചപ്പോഴത്തേന് ഈ ആളെ നേരിട്ട് പോയിട്ട് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ കണ്ട സമയത്ത് ഈ സുഹൃത്ത് നാസറിന്റെ ഈ വീട് കൊടുത്ത ആള് തന്റെ സുഹൃത്തിന്റെ വാപ്പയാണെന്ന് അറിയാം. വാപ്പയെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഇവരെടുത്തത്. പക്ഷെ ഇവര് അറിയത്തില്ല എന്നുള്ള രീതിയിൽ നിന്നു. അതിന് ഇവര് പറയുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, അയാൾ വേറെ കുടുംബമായിട്ട് ജീവിക്കുകയാണ്, വേറൊരു നാട്ടിൽ ജീവിക്കുകയാണ്. അപ്പം നമുക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുഹൃത്തിന്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചത് മാത്രമല്ല പ്രശ്നം, സെക്കൻഡ് പ്രൈസ് ജിമിനി അടിച്ചത് സ്വന്തക്കാരന്, ബുള്ളറ്റ് അടിച്ചത് കൂടാതെ നിന്നൊക്കെ ഇപ്പോൾ സ്കൂട്ടി അടിച്ചതും സ്വന്തക്കാർക്കാന്ന് പറയുന്നു. ഇതാണ് പ്രശ്നം. ഇനി ഈ ടിക്കറ്റ് വിൽപ്പനയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുന്നത് കാണാം. ടിക്കറ്റ് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് അയച്ചത് എന്റെ ഫോണിൽ ക്ലിയർ ആയി പോയിട്ടുണ്ട്. പക്ഷേ ഈ ടിക്കറ്റ് ഇപ്പോഴും എടുത്ത ആളുകളുടെ കയ്യിൽ ഈ ടിക്കറ്റ് ഇപ്പോഴും ഉണ്ട്. അവരുടെ ഫോണിൽ ഇപ്പോഴും അത് ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അവർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത 4 ടിക്കറ്റ് സ്റ്റേറ്റ്മെന്റ് കാണിക്കാം. ഫസ്റ്റ് ഞാൻ എടുത്ത 4 ടിക്കറ്റ് ആണ് ഈ ടിക്കറ്റ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 1.5-3 മാസത്തോളം ആയിട്ടുണ്ട് അല്ലെ, ഏകദേശം 3 മാസത്തോളം ആയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ രണ്ടാമത് ലാസ്റ്റ് കാണുന്നത്. അത് കാണുന്നത് എന്നെ ആഡ് ചെയ്ത ഗ്രൂപ്പ് എന്നാണ് ഞാൻ കാണുന്നത്.
ഓക്കെ, രണ്ടാമത് ആഡ് ചെയ്ത ഗ്രൂപ്പിൽ നിന്ന് കാണുന്നു ഇദ്ദേഹം 13 ടിക്കറ്റുകൾ കരസ്ഥമാക്കുന്നു. ആ 13 ടിക്കറ്റുകളിൽ ഒരു ടിക്കറ്റിനാണ് അടിച്ചത്. ഇദ്ദേഹം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം 13,000 രൂപ. അത് നല്ല സൽക്കർമ്മത്തിന് ഒരാളെ സഹായിക്കണമെന്ന് ചിന്തിച്ച പണത്തിലാണ് ഇദ്ദേഹം സഹായിക്കുന്നത്. കൂട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എടുത്തു, ഗിഫ്റ്റ് അടിച്ചു. ഓക്കെ, അതൊക്കെയാണ് മെയിൻ കാര്യം. ഇദ്ദേഹത്തിന്റെ ഫാദർ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ബത്തേരിയിലേക്ക് വന്നപ്പോഴത്തേനും മകനെ കണ്ടു. അപ്പോൾ ഓൾറെഡി ഇവർക്കിടയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷാഫി എൻ്റെ കൂടെ ഉണ്ട്. കൂടെ വെച്ചിട്ട് അവർ സൈറ്റിലുണ്ട്, ഞാൻ വണ്ടിയിലുണ്ട്. അപ്പം വന്ന് ഇറങ്ങി മൂപ്പര് വന്ന് അപ്പൊ സാപ്പിക്ക് ഓൾറെഡി അറിയാം ഇത് അച്ഛനാണെന്നുള്ളത്, നേരിട്ട് കണ്ടിട്ടുമുണ്ട്. വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ഇതാണ് വണ്ടിയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നേരമാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ ടിക്കറ്റുകൾ പോയിട്ട്. അപ്പോൾ ഞാൻ കുഞ്ഞാക്കാരുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും ഇനി അറിയുന്ന യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ എനിക്ക് അറിയുന്ന അങ്ങനത്തെ മെയിനായിട്ടുള്ള യൂട്യൂബേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ഒരു യൂട്യൂബേഴ്സായിട്ട് യാതൊരു കോൺടാക്റ്റും എനിക്കില്ല എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയും ചെയ്തു. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ടിക്കറ്റിന്റെ കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോട് സംസാരിക്കുന്നത്. അതായത് ഷുക്കൂറിനോടും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഷാഫിനോടും ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയാണ് ഈ 13 കൂപ്പൺ ഞങ്ങൾ എടുക്കാനുള്ള രീതിയിൽ, അതായത് ഫസ്റ്റ് ലോഡ് കൊണ്ടുവന്ന് ആ ലോഡിൽ നിന്ന് കിട്ടിയ ലാഭത്തിലുള്ള ഒരു പൈസ, ആ പൈസ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചത് ആർക്കെങ്കിലും സഹായിക്കാനുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം വന്ന ഘട്ടം സമയത്ത് ആ ഒരു അവസ്ഥ ഞാൻ ഇവരോട് പറഞ്ഞ സമയത്ത് എൻ്റെ ഉപ്പയാണെന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷാഫിയും ഷുക്കൂറും കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ മെയിനായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു. കാരണം ഇതിനകത്ത് ഈ പുള്ളിക്കാരൻ കള്ളം പറയുകയാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. ഇദ്ദേഹം ജെന്യൂനായിട്ട് നിൽക്കുന്നു. ഒരുപക്ഷെ അച്ഛൻ സാമ്പത്തികമായിട്ടും തകർന്നിരിക്കുന്നു, സഹായിക്കണം എന്നുള്ള ഫീലിംഗ് ഇദ്ദേഹം സഹായിച്ചതായിരിക്കാം. സഹായിച്ചപ്പോൾ ഇദ്ദേഹത്തിന് നറുക്കടിച്ചതായിരിക്കാം, നറുക്കടിച്ചത് പ്രശ്നമായതായിരിക്കാം, എയറിലായതായിരിക്കാം. ഇദ്ദേഹം പറയുന്ന സ്റ്റോറി ഏറെക്കുറെ കൺവിൻസ്ഡ് ആണ്. ഒരു ചെറിയ മായ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെ, ഇദ്ദേഹം അങ്ങനെ സഹായിച്ചതാണ് എന്ന നിലയിൽ തന്നെ നമുക്ക് ഇരിക്കട്ടെ. നമുക്ക് മുന്നോട്ട് വീഡിയോ കാണാം. എന്റെ നാട്ടിലുള്ളവർക്ക് അറിയുന്ന പോലെ മൂപ്പര നാട്ടിലുള്ളവർക്കോ അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല, വ്യക്തതയൊന്നും അവിടെയുള്ള ആളുകൾക്ക് അറിയില്ല. ഇവിടെയുള്ള ആളുകൾക്കാണ് അത് മെയിനായിട്ട് അറിയുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിക്കാരൻ ഈ ടിക്കറ്റ് എടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ഓൾറെഡി ഇവർക്കെല്ലാം അറിയാം ഇത് ഇന്ന ആളാണെന്ന്. പക്ഷെ തുറന്നു പറയാൻ പറ്റാത്തതിന്റെ കാരണമാണ് പറയുന്നത്. പക്ഷെ അന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. ഈ കൂപ്പൺ എനിക്ക് തന്നത് 13 കൂപ്പൺ എനിക്ക് തന്നിട്ടുണ്ട്. 13,000 രൂപ ഹാൻഡ് ബൈ ക്യാഷ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 13 ടിക്കറ്റും കയ്യിലുണ്ട്. 13 ടിക്കറ്റ് ക്യാഷ് ഇൻ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ ബത്തേരി വന്നപ്പോൾ അച്ഛൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അച്ഛന്റെ മൈൻഡ് പ്രകാരം ഈ മകനാണ് തന്നെ സഹായിക്കാൻ 13 ടിക്കറ്റ് എടുക്കുന്നത്. ഈ സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാം ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോ മാധവൻ കട്ടത് ചേക്ക് വിട്ട് പോകില്ല എന്നൊരു ഉറപ്പ് പുള്ളിക്കാരൻ ഏതായാലും ഉണ്ടായിരുന്നു. 13 ടിക്കറ്റും ടിക്കറ്റിന്റെ പഴക്കം കണ്ടാൽ തന്നെ ആ ടിക്കറ്റിന്റെ പഴക്കവും അതോടൊപ്പം അത് മടക്കി വെച്ചിരിക്കുന്ന രീതിയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നതാണ്. ഞാൻ മടക്കിയിട്ടുണ്ട്, ഡാഷ്ബോർഡിലിട്ട ടിക്കറ്റാണ്. ഈ ടിക്കറ്റ് ഇവർ എടുക്കുന്നത് ഈ നറുക്ക് കിട്ടി അടിച്ചു എന്ന് പറഞ്ഞ ശേഷമാണ് ഈ ടിക്കറ്റ് എന്റെ വണ്ടിയിൽ എന്റെ കാറിൽ എന്റെ വീട്ടിൽ നിന്ന് ഡാഷ്ബോർഡിൽ എടുക്കുന്നത്. അതുവരെ എന്റെ വീട്ടിലെ ഡാഷ്ബോർഡിൽ കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണോ ഈ 13 ടിക്കറ്റുകളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള ടിക്കറ്റുകൾ. 13 ടിക്കറ്റ്. അപ്പൊ ഇത് ഞാൻ എടുത്ത 4 ടിക്കറ്റ്. ഇതിലുണ്ടോ ഞാൻ 4 ടിക്കറ്റ് എടുത്തതിന്റെ ടിക്കറ്റ്സ് 4 എണ്ണം. 29 ജനുവരി 2025 7:19. ഇനി ഇത് ഞാൻ തന്നെ എടുത്താണെന്ന് തെളിയിക്കാൻ വേണ്ടിയില്ല. അൻവർ MN 401 ഫസ്റ്റ് ടിക്കറ്റ് ഞാൻ എടുത്തു തന്നെ സ്റ്റേറ്റ്മെന്റ് 4 എടുത്തതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ കണ്ടത്. ആ ടിക്കറ്റും ഉണ്ട്. ടിക്കറ്റ് വേറെ ഇദ്ദേഹം പറയുന്ന കഥകൾ ഏറെക്കുറെ കൺവിൻസ്ഡ് ആണ്. ഇദ്ദേഹം പൈസ അയച്ചു കൊടുത്തതും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സൈഡ് വളരെ ക്ലിയർ ആയിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നതൊക്കെ ഏറെക്കുറെ കൺവിൻസ് ആവുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ അൺലെസ് തന്നെ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ട് പോയ, അല്ലെങ്കിൽ തൻ്റെ അമ്മയും തന്നെയും ഒരു ഒന്നുമില്ലാത്തൊരിടത്തേക്ക് ഇട്ടിട്ട് പോയ ഒരു അച്ഛനെ സഹായിക്കാൻ മകൻ ഇറങ്ങിത്തിരിക്കുമോ എന്നൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, അങ്ങനെ ഇറങ്ങി തിരിച്ച് ഇത്രയും ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ താനെടുത്ത ടിക്കറ്റ് അടിക്കുമ്പോഴത്തേനും ഇങ്ങനത്തെ കോൺട്രവേഴ്സികൾ വരും എന്നൊരു കാര്യം ഇദ്ദേഹത്തിന് അറിയത്തില്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇതൊന്നുമല്ല നമ്മുടെ പ്രധാന പ്രശ്നം. അതിലേക്ക് നമുക്ക് വരാട്ടോ. അത് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ ഇരിക്കട്ടെ. കാരണം എന്താ പറയുക, നിന്റെ വണ്ടിക്ക് വരും, ഞാൻ കാണിച്ചാ ഇവിടെ എവിടെ വെച്ചിക്കണം കേട്ടോ. കാരണം ഇതുവരെ ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. എവിടെ ഇതാക്കി 5 ടിക്കറ്റ്. ഇതിന്റെ തുടക്കം 5 ടിക്കറ്റ്. ഇത് പാണ്ടിക്കാട് കുഞ്ഞാൻ എടുത്ത 5 ടിക്കറ്റാണ്. ഈ ടിക്കറ്റും അതേപോലെ തന്നെ മടക്കി സൂക്ഷിച്ചിരുന്ന ഒരു ഇതിലാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും മറ്റൊരു ഫ്രോഡ് കാണിച്ചു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പല ആളുകൾക്കും സംശയം തോന്നുമ്പോൾ തന്നെ ഇങ്ങനെയും ഒരു സംശയം തോന്നിയേക്കാം. നിങ്ങൾ നേരിട്ട് ചെന്നതിന് ശേഷം മാത്രമാണ് ഈ ടിക്കറ്റ് പബ്ലിക്കിലേക്ക് കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മകനായാലും ഈ കൂട്ടുകാരനായാലും വീഡിയോ ഇട്ടു, അതിനകത്തൊന്നും ഈ ടിക്കറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. പക്ഷെ പാണ്ടിക്കാട് കുഞ്ഞാൻ നേരിട്ട് കണ്ടതിന് ശേഷം മാത്രമാണ് ഈ ടിക്കറ്റ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിട്ട് ഞാൻ കണ്ടത്. ഇതിനു മുമ്പ് എങ്ങനെ കാണിച്ചൊന്നും ഞാൻ അറിയത്തില്ല. നിങ്ങളായാലും കണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാരെ. എന്നോട് പറയാണ്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ എടുത്ത ടിക്കറ്റ് അത് ഐറ്റങ്ങൾക്കാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ, നിങ്ങൾ എന്താ പറയാ? നാട്ടിൽ ഒരുപാട്
എൻ്റെ ആൾക്കാണ് അടിച്ചത്, എനിക്കറിയാവുന്ന ആൾക്കാണ് അടിച്ചതെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഈ ടിക്കറ്റ് അടിച്ചപ്പോഴേ അത് നമ്മുടെ മോനെടുത്ത ടിക്കറ്റിനകത്താണ് അടിച്ചത് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലായി, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നപ്പോഴെങ്കിലും നിങ്ങളത് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നേരിട്ട് ചെന്ന് കണ്ടപ്പോഴും നമ്മൾ ആലുവ മണപ്പുറത്ത് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ഈ കോൺട്രവേഴ്സിയിലൊക്കെ പോയതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം ജിമിനി അടിച്ചത്. ആ ജിമിനി അടിച്ച ആളിലേക്ക് വരുന്നുണ്ട്, നമുക്കത് അന്നേരം പറയാം. രണ്ടാം സമ്മാനം ജിംനി അടിച്ചത്. അതിന്റെ വൈത്താലും ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഇതൊക്കെ കുടുംബങ്ങളാണ്, ബന്ധങ്ങളാണ്, അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ആ വെള്ള ഷർട്ടിട്ട ആളാളിയനാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ അതെന്റെ അളിയൻ തന്നെയാണ്. അളിയനായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോ സെപ്പറേറ്റ് ആണ്. അതെൻ്റെ അളിയനാണ്, എൻ്റെ അളിയൻ തന്നെയായിരുന്നു. ഞങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ്. ജിമിനി അടിച്ച ആളാണ്. പക്ഷേ ഈ അളിയനാണ് ഫോൺ വിളിച്ചു കൊടുക്കുന്നത്. ഈ ഫോൺ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ നറുക്കെടുത്ത സമയത്ത്, അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരന് മനസ്സിലായി നമ്മളെ അളിയനെയാണ് വിളിക്കുന്നത് എന്നുള്ളത്. പുള്ളിക്കാരൻ കവാന്നൊരു അക്ഷരം വേണ്ടിയില്ല. ഈ സാധനം കോൾ വന്നത് തൻ്റെ അളിയൻ്റെ ഫോണിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലല്ല പുള്ളിക്കാരൻ അവിടെ സംസാരിച്ചത്. ഇതൊക്കെയാണ് ജനങ്ങളിൽ സംശയം ഉണർത്തിയ കാര്യങ്ങൾ. സെപ്പറേറ്റ് ആണ്, ഏകദേശം ഒരു 1.5-2 കൊല്ലത്തിന്റെ അടുത്തായിട്ട് സെപ്പറേറ്റ് ആണ്. ഞാൻ ഇവിടെയും അവരവിടെയും എന്താണ് നിൽക്കുന്നത്, അവരുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ല. ഇനി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാൻ അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് എന്താക്കി എടുത്ത് ഉള്ളതും കൂടി നശിപ്പിച്ചു. അത് ഇനിയിപ്പോ ഒന്ന് നന്നാക്കി കൊണ്ടുവച്ചാൽ അതും പോയി അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കണേ, നിങ്ങൾ ടിക്കറ്റ് എടുത്തത് ഏതൊക്കെയാണ്? ഞാൻ 2 ടിക്കറ്റ് എടുത്തത്. ഒന്ന് നമ്പർ ടിക്കറ്റ് എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാം പ്രൈസ് അടിച്ചാളെ കണ്ടുപിടിച്ചു. കുഞ്ഞാൻ നേരിട്ട് പോയി സംസാരിച്ചിരിക്കുകയാണ്. ഇതിനകത്തൊരു വലിയ സംഭാഷണമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വീട് നറുക്ക് കൊടുത്ത നാസർ ഇതിൻ്റെ പിന്നിലുള്ള ബാക്ക് സ്റ്റോറികളൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന മാഫിയ ആണെന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഈ മകൻ പറഞ്ഞ സ്റ്റോറി നമുക്ക് കൺവിൻസിങ് ആണ് എന്ന് തന്നെ ഇരിക്കട്ടെ. നമുക്ക് കുഞ്ഞാൻ പറയുന്ന ബാക്കിയും കൂടെ കേട്ടിട്ട് വരാം. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും റീച്ചിന് വേണ്ടി തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. പക്ഷേ റീച്ചിനോടൊപ്പം തന്നെ ഇത് ഒരു പ്രശ്നമാക്കി, ഇതൊരു കണ്ടന്റിനുള്ള വകുപ്പുണ്ടാക്കി തന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇങ്ങനെ ഇട്ട് ചീന്തിയിട്ട് ഒരു ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം എല്ലാം ഉണ്ടായിരുന്നു. അകത്ത് പോയി മുങ്ങിത്തപ്പി നിങ്ങൾ ആ രീതിയിൽ തപ്പിയെടുത്ത്, ഈ രണ്ടാം പ്രൈസ് എന്ന് പറഞ്ഞ ജിമ്മിനിയും ഈ നാസർക്ക് താഴെ പോയി മുങ്ങിത്തപ്പി ഒരു മുങ്ങൻകുഴിയൊക്കെ ഇട്ട്, മൂന്നാമത്തെ ടിക്കറ്റ് മണ്ടേന്ന് മാത്രം തിരിഞ്ഞെടുത്ത്. അപ്പോൾ അതിനകത്ത് ആ അടിച്ചത് എല്ലാം സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കുമായി എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് വന്നത്. ഇതിപ്പോൾ ഏതായാലും കേസായിട്ടുണ്ട്. ശ്രീജിത്ത് പെരുമന പുള്ളിക്കാരൻ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പണം നഷ്ടപ്പെട്ടു, ഇതിനകത്തുള്ള ജെന്യൂനിറ്റി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കുറേ ആളുകൾ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന വോയിസ് കോളും കാര്യങ്ങളൊക്കെ ശ്രീജിത്ത് പെരുമന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് കുഞ്ഞാൻ ചേട്ടൻ പറയുന്ന ബാക്കി കേൾക്കാം. ഉണ്ടെങ്കിലും തട്ടെ നിങ്ങൾ പോയി നിങ്ങൾ അന്വേഷിക്കും. അല്ല, ഞാൻ ഇഞ്ച ഭാഗത്തിലെ ഇത് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിന്നെ, ഇതല്ലാതെ വേറൊന്നും പറയല്ല. പിന്നെ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്, ഞാൻ നറുക്കെടുത്തു. കാരണം ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ നറുക്കെടുത്തില്ല. അത് കുറച്ചു നേരം എന്നിട്ട് അടി പോയി ഒന്ന് ഇതാക്കിയെന്ന് മാത്രം. ഞാൻ നറുക്കെടുത്തതല്ല തെറ്റ്, ഞാൻ നറുക്കെടുത്ത രീതിയാണ് തെറ്റ്. അതോടൊപ്പം തന്നെ വീട് കൊടുത്ത ആൾ നറുക്കെടുത്തത് അതേ രീതിയിൽ തന്നെയാണ്. ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഫോർത്ത് പ്രൈസും എല്ലാം അടിച്ചത് നമ്മുടെ കുടുംബക്കാർക്ക് തന്നെ, ഈ നാസറിൻ്റെ കുടുംബക്കാർക്ക് തന്നെ. ഇതൊക്കെയാണ് സംശയം ഉണ്ടാക്കിയ കാരണം. ഇതിനകത്ത് മകൻ പറയുന്ന സ്റ്റോറി ഏറെക്കുറെ കൺവിൻസ്ഡ് ആണ്. ഇവർ പറഞ്ഞത്രത്തോളം ടിക്കറ്റ് ഇവർക്ക് വിൽക്കാൻ സാധിച്ചില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഒരു ചിന്തയാണ്. ഞാൻ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് പറയാം. ഇപ്പോൾ ഈ നാസറിന് ഓൾറെഡി മനസ്സിലായി നമ്മുടെ മകൻ നമ്മളെ സഹായിക്കാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഇന്നാളുടെ അളിയൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ അവരൊന്നും അറിയുന്നില്ല, ഈ മകനായാലും ഈ അളിയനായാലും ഒന്നും അറിയുന്നില്ല. നമ്മുടെ കുടുംബത്തെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാസർ തന്നെ ഒരു ഉഡായിപ്പ് ഇതിനകത്ത് കണ്ടക്ട് ചെയ്താണെങ്കിലോ. പക്ഷേ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇതിനകത്ത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതോടൊപ്പം തന്നെ വിവിഹിയറിൽ ഇദ്ദേഹം ഒരുപാട് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ 100 ടിക്കറ്റ് എടുത്ത് അവർ 200 ടിക്കറ്റ് എടുത്തു എന്നൊക്കെ ഉള്ള രീതി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്തെ ജെന്യൂനിറ്റി എത്ര നോക്കിയിട്ടും നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇത് ഓൾറെഡി ഇവരുടെ പേര് കേസായിട്ടുണ്ട്. കേസ് ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ മകൻ കൊണ്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട്. മകൻ കൊടുത്ത കേസ് എന്ന് പറഞ്ഞാൽ സൈബർ പോലീസ് സ്റ്റേഷൻ കൊടുത്തതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി ലക്കി ഡ്രോയിൽ പങ്കെടുത്തു. അതിനകത്ത് ഫൈസൽ ചെറുവാടി പുള്ളിക്കാരനെ അപമാനിച്ചു എന്നാണ്. ഈ ഫൈസൽ ചെറുവാടിയാണ് ഇന്നാൾ മകനാണ്, ഇന്നാൾ ബന്ധുവാണ്, സ്വന്തമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ലക്കി ഡ്രോ ഓർഗനൈസർ ഇമ്മീഡിയറ്റ് റീഫണ്ട് റിക്വസ്റ്റ് ഫ്രോഡ്, ഇത് ഒരു കംപ്ലൈൻ്റ് ആണ്. ഐ പർച്ചേസ്ഡ് എ ലക്കി ഡ്രോ ടിക്കറ്റ്, സീരിയൽ നമ്പർ വെച്ചിട്ടുണ്ട്, ഫോർ 1000 രൂപ ആഫ്റ്റർ സെയിങ് പ്രൊമോഷൻ ഇൻവോൾവിംഗ് പാണ്ടിക്കാട് കുഞ്ഞാൻ ആസ് വെൽ ആസ് social media influencer. His involvement made me believe this was a genuine and trustworthy event. However, after the draw held on 30/3/2025, it has become evident through
proof circulating on social media that the drone was not conducted fairly. Prize were allocated awarded only to the people. ആ സ്വന്തക്കാർക്ക് തന്നെ കൊടുത്തു. അതായത് പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ ഇന്ന നമ്പർ ടിക്കറ്റ് എടുത്ത് 1000 രൂപ കൊടുത്തു, ഇത് ജെനുവിൻ ആണെന്ന് തോന്നുന്നില്ല, ഇത് വിശ്വസനീയമാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് എൻ്റെ പണം റീഫണ്ട് വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കേസായിട്ടുണ്ട്. അപ്പം പാണ്ടിക്കാട് കുഞ്ഞൻ അല്ലെങ്കിൽ ഈ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ നറുക്കെടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇല്ലീഗലായിട്ടൊരു നടന്നൊരു സാധനം, അതായത് നമ്മുടെ നാട്ടിൽ നിയമപരമായി സാധ്യതയില്ലാത്ത ഒരു പ്രൈവറ്റ് വ്യക്തി നടത്തിയ നറുക്കെടുപ്പിനകത്ത് നിങ്ങൾ എന്തെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കും? നിങ്ങളെ ആദ്യം തൂക്കിയെടുത്ത് അകത്തിടണം ഇതിനകത്ത് നിന്നവരെയെല്ലാം. നമ്മുടെ നാട്ടിൽ ലീഗലായിട്ട് സമ്മതിക്കാത്തൊരു സാധനം നറുക്കെടുത്ത് അതിനകത്ത് ഉടായ്പ് കാണിച്ചെന്ന് നാട്ടുകാർക്ക്, ഒന്നെങ്കിൽ ഉടായ്പ് കാണിച്ചു ഇല്ലെങ്കിൽ ഉടായ്പ് കാണിച്ചു എന്ന് നാട്ടുകാർക്ക് തോന്നുന്ന രീതിയിൽ പെരുമാറിയിട്ട് അതിനെതിരെ ഞങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നവർക്ക് കൊണ്ട് കേസ് കൊടുക്കുന്നു. നല്ലതാണ്, വളരെ നല്ല കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.